നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂരിലെ തളാപ്പിൽ തമിഴ് ബ്രാഹ്മണ വീടുകളിൽ ബൊമ്മക്കൊലു ഒരുങ്ങി. കണ്ണൂരിലെ ബൊമ്മക്കൊലു വിശേഷങ്ങളിലേക്ക്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയാണ് നവരാത്രിയിലെ ബൊമ്മക്കൊലുവിലൂടെ അർത്ഥമാക്കുന്നത്. വ്യത്യസ്ത രീതിയിൽ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമുള്ള രംഗങ്ങൾ ബൊമ്മക്കൊലുവിലൂടെ ചിത്രീകരിക്കുന്നു. പ്രത്യേകിച്ച് രാമായണം, ദശാവതാരം, അഷ്ടലക്ഷ്മി, ശനീശ്വരന്മാർ എന്നീ കോലങ്ങൾ മണ്ണുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയാണ് വയ്ക്കുന്നത്. ഈ ബൊമ്മകളുടെ ഒക്കെ പ്രത്യേകത, ബൊമ്മക്കൊലുവിന് പ്രധാനമായും നമ്മൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ദേവീ ദേവന്മാരുടെ പ്രതിമകളും അതല്ലാത്ത ദേവീദേവന്മാരല്ലാത്തതുമായ പ്രതിമകളും ബൊമ്മക്കൊലുവിൽ വെച്ച് നമുക്ക് ദേവിയെ ആരാധിച്ച് പോകാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ അഹങ്കാരം, ഈഗോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മൂടി വെച്ച് തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയമായിട്ടാണ് നമ്മൾ ഈ ദശമിയെ കണക്കാക്കേണ്ടത്. നവരാത്രിയുടെ ആദ്യ ദിനങ്ങളിൽ ഗണപതി പൂജയ്ക്ക് ശേഷം കുടുംബത്തിലെ മുതിർന്നയാൾ സരസ്വതി ദേവിയുടെ കലശാവഹന പൂജ ചെയ്യുന്നു. ഒറ്റ സംഖ്യയിലാണ് തട്ടുകൾ ക്രമപ്പെടുത്തുക. തട്ടുകളിൽ പട്ടുവിരിച്ച് വിവിധ കോലങ്ങൾ വയ്ക്കും. കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർ മാത്രമാണ് ഇത്തരം ആചാരം നവരാത്രിയോടനുബന്ധിച്ച് ചെയ്യുന്നത്. നമ്മൾ ബൊമ്മക്കൊലു വെച്ചാൽ സ്ത്രീകൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അവർ വന്നു കഴിഞ്ഞ് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളിങ്ങനെ താമ്പൂലം കൊടുക്കും. സുമംഗലികളെ എന്നേക്കും ദീർഘായുസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടാണ് ഐതിഹ്യം വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ആദിപരാശക്തി മഹിഷാസുരനെ പരാജയപ്പെടുത്തിയതിന്റെ പ്രതീകമായി 9 രാത്രികളിൽ ബൊമ്മക്കൊലുവിനോടൊപ്പം പ്രത്യേക പൂജകളും നടത്തുന്നു. ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.